ഹലോ ഗൈസ്, സമയം ഇപ്പം 12:30. ഇത്രയും നേരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദിയ കൃഷ്ണന്റെ കേസ് നിങ്ങൾ എല്ലാവരും ഇപ്പം യൂട്യൂബിലും ന്യൂസ് ചാനലിലും എല്ലാം കാണുന്നുണ്ടാവും. അപ്പം ഞാൻ ഫുൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കാണുന്നുണ്ടായിന്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫാമിലി തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ. ഞാൻ അതിലെ 4 മക്കളതും അവരമ്മയുടെ എല്ലാ വ്ളോഗും ഞാൻ കാണും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അവരപ്പം. അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടപ്പം ആദ്യം എനിക്ക് കുറച്ച് വിഷമം തോന്നി. അയ്യോ, അങ്ങനെ ഒന്നും ശരിക്കും അവരെ ഭാഗത്ത് സംഭവിക്കോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിനി. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിനി. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ നെഗറ്റീവ് സൈഡ് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ എല്ലാ ഭാഗവും കണ്ടു. അപ്പം കംപ്ലീറ്റ് കണ്ടപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദിയ കൃഷ്ണന്റെ ഓബയോസി എന്ന് പറഞ്ഞ ഓൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം അവിടെ 3 ഗേൾസ് സ്റ്റാഫ് ആയിട്ടുണ്ട്. അപ്പം ദിയ കൃഷ്ണന്റെ QR കോഡ് മാറ്റിയിട്ട് അവിടെ ഇവരെ 3 ആളെ പേഴ്സണൽ QR കോഡ് വെച്ചിട്ടാണ് പേയ്മെന്റ് വാങ്ങുന്നത്. അപ്പം എന്ന് വെച്ചാൽ ദിയക്കെല്ലാം പേയ്മെന്റ് ഒന്നും പോകുന്നത് പൈസ കംപ്ലീറ്റ് ഈ 3 പെമ്പിളർ എടുക്കുക ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇതിലിപ്പം ന്യൂസിൽ കാണുന്ന വെച്ചാൽ 69 ലക്ഷം രൂപയുടെ സ്കാം എന്നല്ലാന്ന്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തല കറങ്ങും, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ 3 ഗേൾസ് QR കോഡ് മാറ്റിയിട്ട് പൈസ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ ഓബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എന്ന് വെച്ചാൽ ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആർക്കെങ്കിലും ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവമോ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നതിൽ ദിയ അല്ല മറ്റേ അക്കൗണ്ടിൽ ഏതെങ്കിലും കൊടുത്തിനെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം എന്നുള്ള ഒരു സ്റ്റോറി ഇട്ടിന്. അപ്പം ഒരുപാട് റിപ്ലൈ ദിയക്ക് വന്നു. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദിയക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ദിയ ആദ്യം ഇവരെ പേരിൽ കേസ് കൊടുത്തു. പക്ഷെ ആ കേസ് ദിയ കൊടുത്തതായിട്ടുള്ള ഒരു കേസ് ആരും പുറത്ത് പബ്ലിസിറ്റി യൂട്യൂബിലോ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് ഈ കേസ് വന്നത്. അതായത് അതിനുശേഷം ഈ 3 പെൺകുട്ടികൾ കൗണ്ടർ കേസ് കൊടുത്തു. അതെന്ന് വെച്ചാൽ ഈ പ്രശ്നം നടന്ന് മെയ് ലാസ്റ്റിലാണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ടൈം കോംപ്രമൈസ് ടോക്ക് എന്നുള്ള രീതിയിൽ ഈ 3 പെൺകുട്ടികളും അവരെ ഹസ്ബൻഡും പിന്നെ ഇവളെ വീട്ടിലുള്ള എല്ലാവരും ഇവരെ ഡ്രൈവർമാരും എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇവളെ ദിയ കൃഷ്ണന്റെ ഫ്ലാറ്റിൽ നിന്ന് സംസാരിച്ചത്. അപ്പം സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി ആൾക്കാരൊക്കെ കൂടുമ്പം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഒച്ചപ്പാടൊന്നും ഇവിടെ പാടില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഇവർ സംസാരിക്കും കാര്യമെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിഷ്വലെല്ലാം സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവർ ഇട്ടിട്ടുണ്ട്. അതിലിപ്പം കൃഷ്ണകുമാറിന്റെ ഫാമിലി ആരും അവരെ ഹറാസ് ചെയ്യോ അല്ലെങ്കിൽ ഹാം ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ ജസ്റ്റ് പതറി, അല്ല അതങ്ങനെ അതിങ്ങനെ പേടിച്ചിരിക്കുന്നു. അവർ ആ ഫേസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവര് എന്ത് ചെയ്തിട്ടിരിക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര കൂളായി എത്ര ഫ്രീ ആയി നമുക്ക് ഇരിക്കും സംസാരിക്കും ചെയ്യാം. അവരെ ആ വീഡിയോ കണ്ടാൽ തന്നെ തിരിയും അവരെന്തൊക്കെയോ തട്ടിപ്പ്. 69 ലക്ഷം ചെയ്തിനോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ തട്ടിപ്പ് അവർ ചെയ്തിട്ടുണ്ട്. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ 1 മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം?
അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ വിനിത അല്ല, ഇത് വേസ്റ്റ് ആണ്. ഇവർ ഒരാൾ പോലും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ പിന്നെ ഈ 3 പെൺകുട്ടികള് മീഡിയനോടൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, പെൺകുട്ടികൾ പറയുന്നത് വെച്ചാല് എന്റെ അക്കൗണ്ടിൽ, നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാൽ മതി എന്ന് ദിയ പറഞ്ഞതുകൊണ്ടാണ് ക്യാഷ് ഇതിലേക്ക് ആക്കിയത്. കാരണം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ദിയക്ക് പിന്നെ കൊടുക്കുക ചെയ്യല് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദിയ പറയുന്നത് വെച്ചാല് അവരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും പിന്നെ ഇവർ ഏത് മോഡാന്ന്, അതായത് ATM എന്ന് എടുത്തു കഴിഞ്ഞാൽ ATM എന്ന് അതിന്റെ വിഷ്വൽസോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു തെളിവോ അവർ ജസ്റ്റ് കാണിച്ചു തരട്ടെ, അല്ലെങ്കിൽ മീഡിയയിൽ കാണിച്ചു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു തെളിവും അവർ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടതെന്ന് വെച്ചാല്, ഈ 3 പെൺകുട്ടികളും ഹസ്ബൻഡും കൂടിയിട്ട് ദിയനെ കോൾ ചെയ്യുന്നത്. അപ്പൊ ദിയ അതിൽ കുറച്ച് ഹാഷായിട്ടും റൂഡായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ കുട്ടികളോട്. ഇതിൽ ആ പെമ്പിളറ് സ്പീക്കർ ഇട്ടിട്ട് അതിൽ ഒരു കുട്ടി മാത്രമാണ് സംസാരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അപ്പാടൻ ആ കുട്ടി മ്യൂട്ട് ചെയ്തിട്ട് അയ്യോ ഇനിയിപ്പൊ എന്നാ പറയാ. അപ്പൊ മറ്റേ കുട്ടി പറയുന്നത് ഇനി നമ്മളെ മുന്നിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ, നീ അത് പറയും. ആ രീതിയിൽ അല്ലാണ്ട് ആ കോളിൽ ഒരിക്കലും അവള്, അതായത് ദിയ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ ഈ ടാക്സ് വെട്ടിക്കാനല്ലേ ചെയ്തത്, നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ നമ്മളെ കൊടുക്കണോ, അങ്ങനെ ഒരു വാക്ക് അവർ പറയുന്നില്ല. അവർ ആ വീഡിയോ എങ്ങനെ ലീക്കായെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട്, നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ കിട്ടും. ചെറിയൊരു പീസ് ആണ് ഞാൻ അവിടെ കാണിച്ചു തരാം. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. നിങ്ങൾ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സുനിച്ചത്. ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 രൂപ പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന്. അപ്പൊ ഇത്രയും ലീക്കായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവും ആരാ വാർത്ത. ഈ 3 പെൺകുട്ടികൾക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം വളച്ചൊടിച്ച് കൊളാക്കണം. അതിനു വേണ്ടി ഇപ്പൊ വായി കിട്ടിയതും തോന്നിയതും പറയുന്ന പോലെ ഇപ്പൊ തന്നെ പറയുന്നതെന്ന് വെച്ചാല്, ദിയ കൃഷ്ണ ജാതിയുടെ പേരിൽ ഇവരെ ഒരുമാതിരി പറഞ്ഞ് അധിക്ഷേപിച്ചു. ആ രീതിയിലൊക്കെ അതൊക്കെ വെറും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നം വളച്ചൊടിച്ച് എന്താ പറയാ, ആൾക്കാരെ ശ്രദ്ധ തെറ്റിക്കാനും, അല്ലെങ്കിൽ അവരെ സൈഡിൽ അവർക്കിനി ഒന്നും പറയാനില്ല. അപ്പം എന്തെങ്കിലും എല്ലാം പറയണം. ഇപ്പം ആ കോള് ചെയ്യുന്ന ഓഡിയോയില് ദിയ കുറച്ച് ഹാഷായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരാൾക്ക് അവനവൻ്റെത് പോയാലേ അതിന്റെ വേദന മനസ്സിലാവും. അപ്പം അവൾക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ അവളത് എത്ര വിഷമിച്ചിട്ടാ സംസാരിക്കുന്നതെന്നും അതിലവരെ കുറച്ച് റൂഡായിട്ട് സംസാരിക്കണം. പക്ഷെ എനിക്ക് അതിലൊരു തെറ്റും തോന്നുന്നില്ല. കാരണം നമ്മളൊരു മുതലേ മറ്റൊരാളെ ഇതുപോലെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളത് റേസായി പോവും. എനിക്കതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. അപ്പം ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ ഇനിയും ദിവസം വരുമല്ലോ, നമുക്ക് നോക്കാം അവരെന്തെങ്കിലും തെളിവ് ഇനി ഈ 3 ഗേൾസിന് ഇനിയും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട.